ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനു വ്ലോഗ്സ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് യൂട്യൂബേഴ്സിന് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാനിപ്പോൾ പുതിയ മീൻസ് സ്റ്റാർട്ടിങ് നമ്മൾ യൂട്യൂബേഴ്സില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബേഴ്സിനുള്ള നമുക്ക് പ്രധാന ഒരു പ്രശ്നമാണ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിന് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ ചെയ്യണം എന്നോ. അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി വീഡിയോ ഇടുന്നത്. ഓക്കെ, വേറൊന്നല്ല, വയർലെസ് മൈക്രോഫോൺ ആണ് അത്. പ്രോഡക്റ്റ് വരുന്നത് ഇതാണ് പ്രോഡക്റ്റ്. ഇതിൽ നമുക്ക് വോയിസ് ക്ലാരിറ്റിയും മൈക്രോഫോൺ വോയിസ് ക്ലാരിറ്റി എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. നമ്മൾ ഇത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നല്ല ക്ലാരിറ്റിയും ക്ലിയറും ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു വെല്ലുവിളി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ സറൗണ്ടിങ് സൗണ്ടുകൾ നമുക്ക് കൂടുതലായിട്ട് വരും. നമുക്ക് പുറത്തു പോയിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോഴോ അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. കാര്യം ഇതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. നോയിസ് ക്യാൻസലേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തു നിന്നുള്ള സൗണ്ട്സുകളൊക്കെ കഴിവതും വീഡിയോസിൽ ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വരുന്നേ. ഇതാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. കണ്ടോ, ഇത് കളർ വേരിയൻ്റ് ഉണ്ട്. ഞാനിതിപ്പോൾ എടുത്തത് ബ്ലാക്ക് കളറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാനിപ്പോൾ എടുത്ത കളർ. കണ്ടോ, ഇത് ഹാൻഡിയാണ്, നമുക്ക് കൊണ്ടു നടക്കാനെല്ലാം എളുപ്പമാണ്, സൗകര്യമാണ്. ഇതിനകത്ത് തന്നെ ചാർജിങ് യൂണിറ്റും വരുന്നുണ്ട്. അതാണ് യൂണിറ്റ് വരുന്നത്. ഇതിനകത്ത് തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്, ചാർജിങ് യൂണിറ്റ് ഇതിൽ വരുന്നുണ്ട്. 3 യൂണിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. കണ്ടോ, ഇത് മൈക്രോഫോൺ വരുന്ന 2 എണ്ണം വരുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്യാം, ഒന്ന് നമുക്ക് കൊടുക്കാം. ഇതിനകത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മറ്റു യൂണിറ്റ്സ് പോലെയല്ല. നമുക്ക് ഇത് കണ്ടോ, ഇതിനകത്ത് ഈ പിൻ ബോർഡിനകത്ത് ഇട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ഇത് ചാർജ് ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നുണ്ടോ? ഇതാണ് ചാർജിങ് ആണ് എന്നുള്ള സിഗ്നൽ വരുന്നത്. പിന്നെ ഈ സിഗ്നലേക്കാളും നമുക്ക് ഏറ്റവും എളുപ്പം ഇതായത് കണ്ടോ, ഇതിൽ കാണുന്നുണ്ടോ, ഇതിൽ എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കൃത്യമായിട്ട് കാണിക്കും. ഇപ്പം നമുക്ക് 10% ആകുമ്പോൾ റിപ്പീറ്റ് ചാർജ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇതുണ്ടോ, 20 മീറ്റർ ആക്സസിബിലിറ്റി ഉണ്ട് ഇതിൽ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 20 മീറ്റേഴ്സ് വരെ ആക്സസിബിലിറ്റി വോയിസിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതിൻ്റെ സൗണ്ട് വളരെ പ്രിസൈസ് ആണ്. മീൻസ് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കി, യൂസ് ചെയ്ത് നോക്കി. വേറെ മീൻസ് ക്ലാരിറ്റി ഉണ്ട്, നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത്. നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് വോയിസ്. ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. ഇത് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട് കേട്ടോ. ഇത് അധികം ടൈമൊന്നും ചാർജിങ്ങിന് എടുക്കുന്നില്ല. സി ടൈപ്പാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ സാധാ മൊബൈൽ ചാർജറിനകത്താണെങ്കിലും ചാർജ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാ, നമ്മൾ നോർമൽ ഒരു ചാർജറിനകത്ത് ബാക്ക് സൈഡാണ് ചാർജർ വരുന്നത്. ചാർജ് ചെയ്യുന്നു. ഇതാ കണ്ടോ, ഇതിനകത്ത് കണ്ടോ പെർസെൻറ്റേജ് കാണിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ചാർജ് ചെയ്ത് നമുക്ക് കൊണ്ട് നടക്കാനും എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നോർമൽ എൻ്റെ മൊബൈൽ ചാർജറിലാണ് നിങ്ങളിപ്പോൾ ചാർജ് ചെയ്ത് കാണിച്ചു തന്നെ. അതുകൂടാതെ ഇതിനകത്ത് തന്നെ നമുക്കൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. കണ്ടോ, ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഷോർട്ട് ലെങ്ത് ആണ് വരുന്നത്. കണ്ടോ, നമുക്ക് ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ വോയിസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, മൊബൈലിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. മൊബൈലിൽ കണക്ട് ചെയ്യുന്നത് എന്താ, ഈ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ യൂണിറ്റ് എടുക്കാം.
ഇതിനകത്ത് പിന്നെ ഒരു നോട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് വൈഫൈ ഒന്നും ജസ്റ്റ് യൂസ് ചെയ്യണ്ട. ജസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യുന്ന പോർട്ടലല്ലേ, ആ പോർട്ടലിൽ ഇതിങ്ങനെ ലൈറ്റ് ഓഫ് അല്ലേ കണ്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ലൈറ്റോടെ ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഇതിന് ശേഷം ജസ്റ്റ് ബ്ലൂടൂത്ത് മാത്രം ഓൺ ആക്കി കൊടുത്താൽ മതി. വേറെ കണക്റ്റിംഗ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ മൈക്ക് പീസിനകത്തുള്ള ഈ സൈഡിനകത്ത് ഒരു യെല്ലോ ബട്ടൺ കാണാം. സൈഡിലൊരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ജസ്റ്റ് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്യുക. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നുണ്ടോ? കണ്ടോ, ഓണായി. ത്രൂ രണ്ടും അതുപോലെ ഓണായി. ഇത്രയും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പിൻ ചെയ്യുക, യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ ഇങ്ങനെ കാണിക്കും കണ്ടോ, ഇവിടെ ലൈറ്റ് കാണിക്കും. യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമുക്ക് കോംപ്ലിക്കേഷൻസ് അങ്ങനെ ഒന്നുമില്ല. ഇതൊരു 20 മീറ്റർ ലെങ്ത്തിൽ ആക്സസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസോ ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വോയിസിൻ്റെ ക്ലാരിറ്റി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. വോയിസ് ക്ലിയർ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് തിരിച്ച് ഇതിനകത്തേക്ക് ഇടാം. ഇതിന് എമൗണ്ട് വരുന്നത് 1500 ആ റേഞ്ചാണ് എമൗണ്ട് വരുന്നത്. ക്ലോസ് ചെയ്യും. നമുക്കിതിനകത്ത് കണ്ടോ, അത് ഞാൻ ജസ്റ്റ് ഓൺ ആക്കിയിട്ടാണ് ഇടുന്നത്. ലൈറ്റ് ഓൾറെഡി നമുക്ക് കാണാം ഇതിനകത്ത്. ഇത് ഇടുമ്പോൾ തന്നെ ഇതിൽ കേസിലുള്ള ചാർജ് ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഞാനിതിപ്പോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ യൂസേജ് പോലെ, എന്നാലും അത്യാവശ്യം നല്ല ബാക്കപ്പ് കാര്യങ്ങളുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക, യൂസ് ചെയ്യുക. ക്ലിയർ ക്ലാരിറ്റി ആയിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.